നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടൻ കോട്ടകാത്ത UDF. രാഹുൽ മാങ്കൂട്ടത്തിലിന് മിന്നും ജയം. ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷം മറികടന്നു. BJPക്ക് നഗരസഭയിൽ ഉൾപ്പെടെ വൻ തിരിച്ചടി. ഇടതു സ്ഥാനാർത്ഥി സരിനും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക ഗാന്ധി. രാഹുലിന്റെ പിൻഗാമിയായി വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വയനാട് നിന്നും ലോക്സഭയിലേക്ക്. ചുവപ്പണിഞ്ഞ് വീണ്ടും ചേലക്കര. UR പ്രദീപിന് 12,000-ൽ പരം വോട്ടുകളുടെ വിജയം. UDF ഒറ്റക്കെട്ടായി നേടിയ വിജയമാണ് പാലക്കാട്ടേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മതേതരത്തിന്റെ കൂടി വിജയമാണ് പാലക്കാട് ഉണ്ടായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വിജയത്തിൽ ജില്ലയിലാകെ UDFന്റെ ആഹ്ലാദ പ്രകടനം. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണം. വ്യാപാരികളെ വഴിയാധാരമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിൽ എതിർക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ. ആശങ്ക MLAയെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടിയാലോചനയില്ലാതെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ. കാറിൽ കടത്തിയ 24 ഗ്രാം മെത്താഫെറ്റമിനുമായി 2 പേർ ചെർപ്പളശ്ശേരിയിൽ പോലീസ് പിടിയും. കച്ചേരിക്കുന്ന് സ്വദേശി ആഷിഖ്, അക്ബർ സാദത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ കണ്ണികളെന്ന് പോലീസ്. 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിക്ക് 43 വർഷം കഠിന തടവും 1,4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. 54-കാരനായ പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി മുനീറിനെയാണ് കോടതി ശിക്ഷിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാടൻ കോട്ടകാത്ത് രാഹുൽ. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് മികച്ച വിജയം. 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത്. വിജയം പ്രതീക്ഷിച്ച BJPക്ക് വൻ തിരിച്ചടി. LDF സ്ഥാനാർത്ഥി P സരിന് പാലക്കാട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA ആയി നിയമസഭയിലേക്ക്. വീറും വാശിയും നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കണ്ടത് രാഹുൽ തരംഗം. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മുന്നേറ്റമുണ്ടാക്കിയതൊഴിച്ചാൽ BJPയെ അപ്രസക്തമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയം പിടിച്ചെടുത്തത്. BJP ഏറെ പ്രതീക്ഷ പുലർത്തിയ പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണിയപ്പോൾ തന്നെ പാലക്കാട്ടെ ചിത്രം തെളിഞ്ഞു. നഗരസഭയിൽ നിന്നും പ്രതീക്ഷിച്ച വോട്ടുകൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് കിട്ടിയില്ലെന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുകയും ചെയ്തു. ഇതോടെ തന്നെ UDF ക്യാമ്പുകളിൽ ആഹ്ലാദം തുടങ്ങി. തുടർന്ന് വോട്ടെണ്ണൽ പഞ്ചായത്തുകളിലേക്ക് കടന്നതോടെ രാഹുൽ കുതിച്ചു. 10,000-ഉം 15,000-ഉം കടന്ന് രാഹുലിന്റെ ഭൂരിപക്ഷം ഉയർന്നു. പാലക്കാട്ടെ UDF കണക്കുകൾ ശരിവെക്കുന്ന വിധത്തിലായിരുന്നു രാഹുലിന്റെ മുന്നേറ്റം. BJP കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ LDF സ്ഥാനാർത്ഥി P സരിനും ചിത്രത്തിൽ വന്നില്ല. UDFനെ സംബന്ധിച്ച് പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തങ്ങളുടെ ഗെയിം പ്ലാൻ കൃത്യമായി നടപ്പാക്കി കോട്ടകാക്കാൻ UDFനായി. UDF ഒറ്റക്കെട്ടായി നേടിയ വിജയമാണ് പാലക്കാട്ടേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് ഇത് ആഗ്രഹിച്ചിരുന്നു. മതേതരത്വത്തിന്റെ കൂടി വിജയമാണിതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ പലകുറി സൂചിപ്പിച്ചു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്ക്-എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ, അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് വന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ, ഈ കൗണ്ടിംഗ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ. അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതല, പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള MLAമാരൊക്കെ പഞ്ചായത്തിൻ്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ 2 ജനപ്രതിനിധികൾ, ഒന്ന് പാലക്കാടിൻ്റെ മുൻ MLA ആയ ശ്രീ ഷാഫി പറമ്പിൽ, പിന്നെ പാലക്കാടിൻ്റെ MP ആയ ശ്രീ VK ശ്രീകണ്ഠൻ, അവരെല്ലാവരും ഒരു ടീമായിട്ട് ഇന്ന് പോലും ഉള്ളൊരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ? ഇപ്പം ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഇവിടുത്തെ മുൻ MLAയും MP-യുമായിട്ടുള്ള ആൾ, കൗണ്ടിങ് ഏജൻറ്റ് നിലവിലെ MP എന്ന് പറയുന്ന രീതിയിൽ പാർട്ടി എന്നെ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ വെക്കുമ്പോൾ എല്ലാവരും ഇത് കൂട്ടായ്മയുടെ, മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ വിജയമാണ്. ഭൂരിപക്ഷത്തിൻ്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു തുടക്കക്കാരനാണ്. അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിശ്വട്ടിനെ പോലുള്ള ആളുകളിൽ നിന്നാണ്. അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു. ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ വിശ്വട്ടുണ്ടായിരുന്നു. ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിശ്വട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ആരെ നമ്മൾ മാറ്റി നിർത്തും. അപ്പോൾ എല്ലാവരുടെയും കൂടെ വിജയമാണ്. അപ്പം പാലക്കാടിൻ്റെ വലിയ വിജയമാണ്. പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ല. എല്ലാവരും ചേർത്ത് പിടിക്കുമ്പോൾ സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക്
പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ്. അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ ഇപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്ക് എത്തിയത് പാണക്കാട് തങ്ങൾ, അതുപോലെ തന്നെ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ P ജോൺ അടക്കം കേരള കോൺഗ്രസ് നേതാക്കന്മാരടക്കം എത്തി. അപ്പം ലീഗിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശ്രീ PK ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ PK ഫിറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോലും ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല. ഇലക്ഷനുകളിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത്. പാലക്കാടിൻ്റെ വിജയമാണ് ഇത്. പാലക്കാട് ആഗ്രഹിച്ച വിജയം. ആഗ്രഹിച്ചതെന്ന് പറയുന്നത് ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയമാണ്. പിന്നെ വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക ഗാന്ധി. ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി വയനാട് നിന്നും പ്രിയങ്ക തന്നെ. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്ക ഗാന്ധി കന്നിയംഗത്തിൽ വിജയിച്ചത്. 4,10,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് പോകുന്നത്. 6 മാസം മുമ്പ് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 3.65 ലക്ഷമായിരുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം. പൊതുതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 10% പോളിംഗാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത്. ഇത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടിക്കൊടുക്കില്ല എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ UDF പ്രതീക്ഷിച്ച വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടെന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഈ ആത്മവിശ്വാസം ശരിവെക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഫലം. 6,22,348 വോട്ടുകൾ പ്രിയങ്ക നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി 2,11,407 വോട്ടുകളും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 1,09,939 വോട്ടുകളുമാണ് നേടിയത്. UDF വോട്ടുകളെല്ലാം പോൾ ചെയ്തപ്പോൾ ഇടത് വോട്ടുകളിൽ അധികവും പെട്ടിയിൽ വീണില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി പ്രതീക്ഷിച്ച വിജയവും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയവും നേടിയതോടെ നാടാകെ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തുവൂരിലും കരുവാരക്കുണ്ടിലും നടന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ചുവപ്പണിഞ്ച് വീണ്ടും ചേലക്കര. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 12,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്ക്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്ന പ്രദീപ് LDFന്റെ പ്രതീക്ഷ കാത്താണ് K രാധാകൃഷ്ണന്റെ പിൻഗാമിയായി വീണ്ടും നിയമസഭയിലേക്ക് പോകുന്നത്. വോട്ടെണ്ണൽ പകുതി പിന്നിട്ടപ്പോൾ തന്നെ പ്രദീപ് വിജയമുറപ്പിച്ചു. 12,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ചേലക്കര വീണ്ടും ചുവപ്പണിഞ്ഞത്. കാറിൽ കടത്തിയ 24.40 ഗ്രാം മെത്താംഫെറ്റമിനുമായി ചെർപ്പളശ്ശേരി സ്വദേശികൾ പോലീസ് പിടിയിൽ. കച്ചേരിക്കുന്ന് ആലിയത്തൊടി വീട്ടിൽ 40-കാരനായ ആഷിഖ്, കുളങ്ങരക്കാട്ടിൽ വീട്ടിൽ 24-കാരനായ അക്ബർ സാദത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെർപ്പളശ്ശേരി പോലീസും രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഗണർ കാറിൽ കടത്തിയ 24.40 ഗ്രാം മെത്താംഫെറ്റമിനുമായി ആഷിഖും അക്ബർ സാദത്തും പിടിയിലായത്. ഇവർ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് DYSP സുന്ദരൻ, പാലക്കാട് നർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സബ് ഡിവിഷണൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ വിവേകിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെർപ്പളശ്ശേരി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരിമരുന്നും പ്രതികളെയും പിടികൂടിയത്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെയും സഹോദരനെയും ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
നവംബർ 21 രാത്രി ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന MK ജ്വല്ലറി ഉടമ കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് 4 പേരെയും തൃശൂർ വെസ്റ്റ് ഫോർട്ടിൽ നിന്നും പോലീസ് പിടികൂടുകയും ചെയ്തു. കണ്ണൂർ സ്വദേശികളായ ബിപിൻലാൽ, ലിജിൻ, രാജൻ, തൃശൂർ വരന്തപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് പ്രതികൾ. പ്രതികളെ വെള്ളിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്ത ശേഷം പെരിന്തൽമണ്ണ പോലീസിന് കൈമാറുകയായിരുന്നു. തട്ടിയെടുത്ത സ്വർണം പ്രതികളിൽ നിന്ന് കണ്ടെടുക്കാനായില്ല. ഇവരോടൊപ്പം മറ്റൊരു വാഹനത്തിൽ ഏതാനും പേരുണ്ടായിരുന്നതായാണ് പോലീസിനോട് പറഞ്ഞത്. ജില്ലാ പോലീസ് മേധാവി, പെരിന്തൽമണ്ണ DYSP TK ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ശനിയാഴ്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത്. കൃത്യമായ ആസൂത്രണത്തോടെ കവർച്ച സംഘം പ്രവർത്തിച്ചു എന്നത് വ്യക്തമാണ്. ജ്വല്ലറി ഉടമ കിനാദിയിൽ യൂസഫിന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പാണ് ആക്രമിക്കപ്പെട്ടത്. സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി നിലത്ത് വീണ ഇവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിക്കുകയും സ്വർണം തട്ടിയെടുക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. ജ്വല്ലറി ഉടമകളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗും തട്ടിയെടുക്കുകയായിരുന്നു. സ്കൂട്ടറിനെ പിന്തുടർന്ന് വന്ന വാഹനത്തിൽ ഡ്രൈവർ അടക്കം 4 പേരാണ് ഉണ്ടായിരുന്നതെന്ന് ജ്വല്ലറി ഉടമ പോലീസിനോട് പറഞ്ഞു. ഇവരിൽ 3 പേരാണ് കാറിൽ നിന്നിറങ്ങി ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തത്. 3 കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ ശനിയാഴ്ച റിമാൻഡ് ചെയ്തു. 10 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ 54-കാരന് 43 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു. പാണ്ടിക്കാട് തമ്പാനങ്ങാടി മണ്ണൻകുന്നൻ MK മുനീറിനെ പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S സൂരജാണ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 2.5 വർഷം അധിക തടവ് അനുഭവിക്കാനും വിധിച്ചു. 2021 ഏപ്രിൽ 11 ഉച്ചയ്ക്ക് പാണ്ടിക്കാട് പഞ്ചായത്ത് തമ്പാനങ്ങാടിയിൽ പ്രതിയുടെ കടയിലാണ് 10 വയസ്സുകാരൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായത്. സോഡ കുടിക്കാൻ എത്തിയ കുട്ടിയെ വശീകരിച്ച് കടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി ഷട്ടർ താഴ്ത്തി കുട്ടിയുടെ ലൈംഗികാവയവം മുറിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രകൃതിവിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പാണ്ടിക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. 3 വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാ കാലാവധി ഒന്നിച്ചനുഭവിച്ചാൽ മതി. പിഴ സംഖ്യയിൽ 1 ലക്ഷം രൂപ അതിജീവിതന് നൽകാനും വിക്ടിം കോമ്പൻസേഷൻ പ്രകാരം മതിയായ നഷ്ടപരിഹാരം നൽകാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. പാണ്ടിക്കാട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന K റഫീഖാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സപ്ന P പരമേശ്വരൻ ഹാജരായി. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതി വ്യാപാരികളെ വഴിയാധാരമാക്കിക്കൊണ്ടാണ് നടപ്പാക്കുന്നതെങ്കിൽ പദ്ധതിയെ എതിർക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 57.78 കോടി രൂപയുടെ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം കിഫ്ബി ധനാനുമതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വ്യാപാരി സംഘടന എതിർപ്പുമായി രംഗത്ത് വന്നത്. വ്യാപാരികളെ വഴിയാധാരമാക്കി പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതി നടപ്പാക്കുന്നതിനെ എതിർക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രാഫിക് ജംഗ്ഷനിലെ 4 റോഡുകളിലും 200 മീറ്റർ ഭാഗം വീതി കൂട്ടുമെന്നാണ് പറയുന്നത്. ഈ സാഹചര്യം ഉണ്ടായാൽ 350 വ്യാപാരികളെയും ഈ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും ബാധിക്കുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നജീബ് കാന്തപുരം MLA ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നും വ്യാപാരികളുമായി കൂടിയാലോചിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. പുതിയ പദ്ധതിയെക്കുറിച്ച് MLAയോട് ഞങ്ങൾ 2-3 പ്രാവശ്യം ഫോണിലും ഇതിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ വ്യാപാരികൾക്ക് ദോഷകരമായ രീതിയിൽ ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ KRFB എന്ന് പറഞ്ഞ ഒരു PWയുടെ കീഴിലുള്ള ഒരു പ്രത്യേക വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് MLA പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഓഫീസ് ഷൊർണൂരാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഷൊർണൂരുമായി ബന്ധപ്പെട്ടപ്പോഴും അതിൻ്റെ ഫൈനൽ രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വലിയ രീതിയിൽ പെരിന്തൽമണ്ണയുടെ ടൗണിലെ 100-300 വ്യാപാരികളെ പരിപൂർണമായും
അവരുടെ വ്യാപാര സ്ഥാപനവും ബിൽഡിങ്ങും നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണെന്ന് ഒരു ഭയാശങ്ക ഞങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം MLA ആദ്യം പറഞ്ഞത് 1 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് 4 റോഡിനും 250 മീറ്റർ നീളത്തിലും. അപ്പോൾ വീതി എത്ര മീറ്ററാണെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അത് വലിയൊരു രീതിയിൽ പെരിന്തൽമണ്ണയിലെ 350ഓളം വ്യാപാര സ്ഥാപനങ്ങളും ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും വഴിയാധാരമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇപ്പോൾ MLAയുടെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. MLAയുടെ ഇന്ന് രാവിലെയും കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഒരിക്കലും ആ രീതിയിൽ കാണണ്ട, നമുക്ക് ഇന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്കും കൂടി അനുകൂലമായ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നമുക്കറിയാമല്ലോ, വ്യാപാരികൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഇത്ര വലിയൊരു വാർത്തകൾ വന്നിട്ട് നിങ്ങളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പത്രങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആശങ്കകളോടുകൂടി പങ്കുവെക്കുകയാണ്. അതോടൊപ്പം മുൻ MLA വി ശശികുമാർ മുൻകൈയെടുത്ത് വ്യാപാരികളെ സഹകരിപ്പിച്ച് നടപ്പിലാക്കിയതാണ് നിലവിലെ ട്രാഫിക് പരിഷ്കരണം. ട്രാഫിക് ജംഗ്ഷൻ നവീകരണത്തിന് നീക്കിവെച്ച തുക ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വികസനത്തിന് വ്യാപാരികൾ എതിരില്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്ലാനും ഇതും ഇപ്പോഴും അപ്രൂവൽ ആയിട്ടില്ല എന്നാണ് MLA ശരിക്കും പറയുന്നത്. പക്ഷേ അപ്രൂവൽ ആകാത്ത ഒരു പ്രത്യേകിച്ചും ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ കിഫ്ബി 57.25 കോടി നൽകിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഈ റോഡ് പണിക്കും ഏകദേശം എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ആ റോഡിൻ്റെയും അതിൻ്റെ ഡ്രെയിനേജിൻ്റെയും മറ്റു വർക്കുകളൊക്കെ കൂടി ഒരു 100 കോടി രൂപയെങ്കിലും ഈ ടൗൺ വികസനത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ എവിടെയാണ് ഗതാഗത കുരുക്കുന്നത്? ഈ പെരിന്തൽമണ്ണ നിവാസികൾ കൂടിയായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണ ടൗണിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ബ്ലോക്ക് ഇല്ല. അവിടെ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ആ ഒരു മിനിറ്റ് നേരത്തുള്ള ആ റോഡുകളെ അത് തന്നെ ലെഫ്റ്റ് കൂടി പോകുന്ന വാഹനങ്ങളിൽ അവിടെ മറ്റു വാഹനങ്ങൾ കയറി ബ്ലോക്കാക്കുന്ന അത്ര പ്രവണത എന്നല്ലാതെ ഇപ്പോൾ ബ്ലോക്ക് ഉള്ളത് ഈ മറ്റ് ജംഗ്ഷനിലും അതുപോലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ട്രാഫിക് കുരുക്ക് ഇവിടെ ടൗൺ വികസിച്ചതുകൊണ്ട് യാതൊരു രീതിയിലും അത് തീരുകയില്ല എന്ന് മാത്രമല്ല, കുരുക്ക് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത് ബൈപ്പാസുകളുടെ നിർമ്മാണമാണ്. അപ്പോൾ ഇതിന് അനുവദിച്ച ഫണ്ടുകളൊക്കെ ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രദ്ധ MLAയുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏതായാലും ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വ്യാപാരി സമൂഹത്തിനുള്ള വളരെ ആകാംക്ഷ അത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരത്തിലെ നിലവിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെങ്കിൽ ബൈപ്പാസ് റോഡുകളും ഇടറോഡുകളും വികസിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ K അബ്ദുൽ ലത്തീഫ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവംബർ 25 മുതൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ യോഗം ചേർന്നു. ശ്രീകൃഷ്ണപുരം SHO അനീഷ് ചെയർമാനായ കമ്മിറ്റിയാണ് യോഗം ചേർന്നത്. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. തിരുവാഴിയോട് മുതൽ ശ്രീകൃഷ്ണപുരം ഷെഡുംകുന്ന് വരെ ആളുകൾക്ക് അസൗകര്യമില്ലാത്ത വിധം വാഹന ഗതാഗതം ക്രമീകരിക്കുന്നതിനും വാഹനങ്ങളുടെ പാർക്കിംഗ് സംവിധാനം ക്രമീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. ലഹരി വസ്തുക്കളുടെ വിൽപ്പന കർശനമായി നിരോധിക്കും. 8000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമാമാങ്കത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളുടെ സംയുക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് SHO പറഞ്ഞു. വ്യാപാരികൾ, നാട്ടുകാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ട ചുമട്ടുതൊഴിലാളികൾ എന്നിവരുടെയെല്ലാം സഹകരണവും യോഗം ആവശ്യപ്പെട്ടു. കലാമേള വിജയിപ്പിക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വേണമെന്ന് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ കൺവീനർ MH റിയാസും പറഞ്ഞു. നവംബർ 25 മുതൽ 29 വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസര പ്രദേശത്തുള്ള സ്കൂളുകളുമായി നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ ലോ ആൻഡ് ഓർഡറിന്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഇന്ന് കൂടുതലുണ്ടായി. ശ്രീകൃഷ്ണപുരം SHO ബഹുമാനപ്പെട്ട അനീഷ് സാർ യോഗത്തിൽ പങ്കെടുക്കുകയും കലോത്സവത്തിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 395ഓളം പോലീസുകാരെ ഈ 5 ദിവസങ്ങളിലായി കൃത്യമായി വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 18ഓളം സ്റ്റേജുകളിലായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതുപോലെ പ്രധാനപ്പെട്ട കോമൺ സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ PS ആര്യ, ഹെഡ് മിസ്ട്രസ് സുനിത കുമാരി, PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ, മണികണ്ഠൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ A ഹരിദാസൻ, രാജീവ് ശ്രീചിത്ര, M രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ്, അധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എക്സൈസ് സംസ്ഥാന കലാ കായികമേളയുടെ ലോഗോ പ്രകാശനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായ U ഷറഫ് അലി നിർവഹിച്ചു. നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലും തേഞ്ഞിപ്പാലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് എക്സൈസ് സംസ്ഥാന കലാ കായികമേള നടക്കുന്നത്.
മലപ്പുറത്താണ് എക്സൈസ് സംസ്ഥാന കലാകായികമേളയുടെ ലോഗോ പ്രകാശനം നടന്നത്. മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും സംഘാടക സമിതി ചെയർമാനുമായ KP മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ KS ഷാജി വിശിഷ്ടാതിഥിയായിരുന്നു. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, വിമുക്തി മാനേജർ P ജിജു ജോസ്, KSUA ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ പിള്ള, ജില്ലാ സ്പോർട്സ് ഓഫീസർ VR അർജുൻ, KSCSA സെക്രട്ടറി E പ്രവീൺ, ജില്ലാ പ്രസിഡന്റ് T പ്രജോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ വിഭജിച്ചു. ആകെ 18 വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ 2 വാർഡുകൾ കൂടി വർദ്ധിപ്പിച്ച് 20 വാർഡുകളാക്കിയുള്ള കരട് വിജ്ഞാപനം വന്നു. അതേസമയം വാർഡ് വിഭജനം അശാസ്ത്രീയമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമാണ് നടത്തിയത് എന്ന BJP ആരോപണത്തെ തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരനും രംഗത്ത് വന്നു. 18 വാർഡുകൾ ഉണ്ടായിരുന്ന വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടന്നതോടെയാണ് 20 വാർഡുകളായി മാറിയത്. 1 മുതൽ 18 വരെയുള്ള ഭൂരിഭാഗം വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റം വരുത്തിയാണ് വിഭജന പ്രക്രിയ നടന്നിട്ടുള്ളത്. പനയൂർ സൗത്ത്, മനിശ്ശേരി ഈസ്റ്റ് എന്നീ വാർഡുകൾക്കാണ് പുതിയ രൂപം നൽകിയത്. വിഭജനത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന വാർഡുകളുടെ അതിർത്തികളിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം വന്നപ്പോൾ അശാസ്ത്രീയവും രാഷ്ട്രീയ പ്രേരിതവുമായ വിഭജനമാണ് നടന്നതെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നു. ഭരണകക്ഷിക്ക് അനുകൂലമായ വിധത്തിലാണ് വാർഡുകളുടെ അതിർത്തി നിശ്ചയിച്ചത്. സാധാരണക്കാരായ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ കിലോമീറ്ററുകൾ ദൂരം താണ്ടണം. ഗ്രാമസഭ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുക്കാനും കിലോമീറ്ററുകളോളം താണ്ടി എത്തിച്ചേരേണ്ട അവസ്ഥ വരുമെന്നും BJP പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ് ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ രീതിയിലാണ് വാണിയംകുളത്ത് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന 18 വാർഡുകളെ 20 വാർഡായി വിഭജിക്കുമ്പോൾ ജനങ്ങളുടെ സൗകര്യങ്ങളോ ഭൂമിശാസ്ത്രപരമായിട്ടോ ജനസംഖ്യാപരമായിട്ടോ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും നോക്കാതെ ഭരിക്കുന്ന CPMന് വേണ്ടി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അനുസൃതമായ രീതിയിലാണ് വാണിയംകുളം പഞ്ചായത്തിലെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. സാധാരണക്കാരൻ്റെ ക്ഷേമത്തിനോ സാധാരണക്കാരന് ഒരുമിച്ച് കൂടാനോ ഒരു ഗ്രാമസഭ പോലും നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന തരത്തിലല്ല വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് ചെയ്യാൻ ഒരു വോട്ടർ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അധികം യാത്ര ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വാണിയംകുളത്തിൽ വാർഡ് വിഭജനം നടത്തി. വാണിയംകുളം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയത്തിനതീതമാക്കിക്കൊണ്ട് CPMന് അനുകൂലമാകുന്ന തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് വാണിയംകുളത്ത് നടന്നിട്ടുള്ളത്. ഇത് തികച്ചും അശാസ്ത്രീയമാണ്. അതേസമയം സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും വിഭജനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടില്ലെന്നും രാഷ്ട്രീയ നേതാക്കളല്ല ഉദ്യോഗസ്ഥരാണ് വിഭജന പ്രക്രിയ നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ പ്രതികരിച്ചു. അശാസ്ത്രീയമായ രീതിയിലാണ് വിഭജനം നടത്തിയതെന്ന BJP നേതാക്കളുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള 18 വാർഡുകൾ 20 വാർഡുകളായിട്ട് വിഭജിക്കാനാണ് സർക്കാർ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ മാനദണ്ഡം അനുസരിച്ച് വാർഡ് വിഭജനം പൂർത്തീകരിച്ച് കരട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കരട് പ്രസിദ്ധീകരിക്കപ്പെട്ട വാർഡിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും ആളുകൾക്കോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകണതിന് ഒരു തരത്തിലുള്ള തെറ്റില്ല. നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളല്ല വാർഡ് വിഭജനം നടത്തുന്നത്, ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഉദ്യോഗസ്ഥരെ വളരെ കൃത്യമായി സർക്കാർ മാർഗനിർദ്ദേശത്തിന് വിധേയമായി നടത്തിയിട്ടുള്ള വാർഡ് വിഭജനത്തെ രാഷ്ട്രീയമായി കണ്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ആ കാര്യത്തിലുള്ളത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ അത് സമൂഹത്തിൽ തന്നെ വലിയൊരു ആശ്വാസകരമാകുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വടക്കൻ വെളിഞ്ഞേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ആനക്കൊട്ടിൽ സമർപ്പണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MR മുരളി. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും കൂട്ടിച്ചേർക്കലിന്റെയും ചേർത്തുപിടിക്കുന്ന സന്ദേശമാണ് ആരാധനാലയത്തിൽ നിന്നും പുറത്തു വരേണ്ടത്. അതിനുള്ള കേന്ദ്രങ്ങളായിരിക്കണം ക്ഷേത്രങ്ങളെന്നും MR മുരളി കൂട്ടിച്ചേർത്തു. ശത്രുതയുടെ, കലഹത്തിൻ്റെ, വിരോധത്തിൻ്റെ, സ്പർദ്ധയുടെ, സംഘടനത്തിൻ്റെ ഒന്നും സന്ദേശങ്ങളല്ല ക്ഷേത്രത്തിൽ നിന്ന് എന്നല്ല ഒരാരാധനാലയത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട സന്ദേശം അതല്ല.
സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഒരുമയുടെ, ചേർത്ത് പിടിക്കലിൻ്റെ എല്ലാം സന്ദേശമാണ് എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കേണ്ടത്. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങളാണ്. ആനക്കൊട്ടിൽ നിർമ്മാണത്തിൽ തൂണുകൾ, സ്റ്റേജ് എന്നിവ നിർമ്മിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പണ്ടാരത്ത് കുട്ടപ്പമാരാർ പുരസ്കാരം നേടിയ ചെണ്ട കലാകാരനായ പനമണ്ണ ശശിയെ MR മുരളി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി OM ഹരി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് E ബാലകൃഷ്ണൻ, മലബാർ ദേവസ്വം ബോർഡ് മുൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ PK ഗംഗാധരൻ, ക്ഷേത്രം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരിപ്പാട്, കുളപ്പമണ്ണ ദേവസ്വം മാനേജർ KC വേണുഗോപാൽ, P മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ, അമ്മിണിക്കുട്ടിയമ്മ, ജാനകിയമ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ഭക്തർക്ക് ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദവൂട്ടമുണ്ടായി. ശനിയാഴ്ച രാത്രി 7:30 ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എടത്തനാട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് പൊതുജനങ്ങൾക്കായി വൈദ്യുതി സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വൈദ്യുത അപകടങ്ങളെയും കാലാനുസൃതമായി വരുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളെയും കുറിച്ച് പൊതുജനങ്ങൾക്കും വൈദ്യുത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും അവബോധമുണ്ടാക്കുന്നതിനായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കോട്ടപ്പള്ള ദാറുസലാം മദ്രസയിൽ നടന്ന ക്ലാസ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. AKLWA യൂണിറ്റ് പ്രസിഡന്റ് P സമീർ ബാബു അധ്യക്ഷനായി. പാലക്കാട് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ R ആതിര ക്ലാസ് എടുത്തു. ഒരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവിടുത്തെ ഓണറുമായിട്ട് അല്ലെങ്കിൽ സപ്ലൈ അതോറിറ്റി ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്തണം. അത് ഒരു റൂളാണ്. റൂള് 3.1, അതായത് IS 4648 3.1 പ്രകാരം പറയുന്ന റൂളാണ്. നമ്മൾ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തണം. ഗ്രാമപഞ്ചായത്ത് അംഗം അലി മടത്തോടി, സ്കിൽഡ് അസിസ്റ്റന്റ് വേണുഗോപാൽ, സംഘടനാ നേതാക്കളായ ഗിരീഷ് കുമാർ, ശ്രീനിവാസ നാരായണൻ, KV അൻവർ അലി, നിസാർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. മാനവ ഐക്യത്തിന്റെ പ്രാധാന്യം വിളംബരപ്പെടുത്തി SYS മണ്ണാർക്കാട് മാനവ സഞ്ചാരം സംഘടിപ്പിച്ചു. കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച നെല്ലിപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ച സഞ്ചാരത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കാളികളായി. കരുണയുടെ കാലമാകാം, സൗഹൃദത്തിന്റെ സ്ഥാപനാകാം, നമുക്കൊന്നായി ഒരുമിയുടെ ലോകം തന്നെയാ സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുക, മാനവിക വിചാരങ്ങൾ ഉണർത്തുക തുടങ്ങിയ സന്ദേശവുമായി കാസർഗോഡ് നിന്നാണ് മാനവ സഞ്ചാരം ആരംഭിച്ചത്. SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനമായി ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടത്തുന്ന യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാനവ സഞ്ചാരം സംഘടിപ്പിക്കുന്നത്. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നതാണ് SYS പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിന്റെ പ്രമേയം. നെല്ലിപ്പുഴ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച മാനവ സംഗമം എഴുത്തുകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ആപത്ത് സംഭവിക്കുമ്പോഴൊക്കെ പണ്ഡിത സമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് P സുരേന്ദ്രൻ പറഞ്ഞു. വോട്ട് ബാങ്കിനു വേണ്ടി സമൂഹം മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ എപ്പോഴൊക്കെ ആപത്തുകൾ സംഭവിക്കുന്നു, എപ്പോഴൊക്കെ മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ സംഭവിക്കുന്നു, അപ്പോഴൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. അവർ തെരുവിൽ ഇറങ്ങി നടക്കണം. അസ്കരി സാഹബ് തെരുവിൽ ഇറങ്ങി നടക്കുന്നത് അങ്ങനെ ഒരു സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊക്കെ, നമ്മളൊക്കെ തന്നെ ഇറങ്ങി നടക്കേണ്ടവരാണ്, ജനതയോട് സംവദിക്കേണ്ടവരാണ്, രാഷ്ട്രത്തിൻ്റെ വിഷയങ്ങളിൽ നമ്മൾ നിരന്തരമായി ഇടപെടേണ്ടവരാണ് എന്ന്. അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, വേദഗ്രന്ഥം അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചം, പ്രവാചകന്റെ വെളിച്ചം എന്നൊക്കെ പറയുന്നത് വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജനജീവിതത്തെ കൂടുതൽ ദീപ്തമാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ും വിദ്വേഷത്തിനും അനേകകാലം നിലനിൽക്കാൻ കഴിയില്ല എന്ന് ലോകത്തിന്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ അറിയുക. കാരണം വെറുപ്പിന്റെ ഭാഷ സംസാരിക്കുന്ന ഞാൻ രാഷ്ട്രീയക്കാരോട് പറയാറുണ്ട്, അവർക്കും വലിയ ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള മോസിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരും മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ള സോഷ്യൽ മീഡിയ അവർ ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ ഞാൻ തയ്യാറേയല്ല, ഒട്ടുമല്ല.
അവരതിനെ ചെയ്യുന്നത്. വിഭജനങ്ങളെയും വിദ്വേഷങ്ങളെയും ഒക്കെ സമർത്ഥമായിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ രാജ്യത്തിനേൽക്കുന്ന പരുക്ക് കൂടി നമ്മൾ ആലോചിക്കണം. വോട്ട് നേടിയിട്ടുള്ള വിജയം മാത്രമല്ല രാഷ്ട്രീയം, മറിച്ച് ജനതയെ ചേർത്ത് നിർത്തൽ കൂടിയാണ് രാഷ്ട്രീയം. അതിരുകളില്ലാത്ത മാനവ സൗഹൃദം അനിവാര്യമാണെന്ന് ജാഥ ക്യാപ്റ്റനും SY സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. റീസണിംഗ് സയൻസും ടൈം സയൻസും ഡയറക്ഷൻ സയൻസും ഒക്കെ അന്യ ദേശങ്ങളിൽ ചെന്ന് പഠിച്ച് ദീർഘകാലം പഠിച്ചു വന്ന കേരളത്തിന്റെ സിലബസിൽ സമൂലമായ മാറ്റം വരുത്തിയ മഹാപണ്ഡിതൻ ചാരുടകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അള്ളാഹുരുടെ എല്ലാം ദർജകളേറ്റ് കൊടുക്കട്ടെ, അവരുടെ അവസാന കാലത്ത് അധ്യാപനം മണ്ണാർക്കാട്ടായിരുന്നു എന്ന് ചരിത്രം. ഇതെല്ലാം ഈ നാടിന്റെ പ്രബുദ്ധതയെയാണ് അറിയിക്കുന്നത്. ഈ പ്രബുദ്ധ മണ്ണിൽ ഇന്ന് മാനവസഞ്ചാരം വന്നു നിൽക്കുമ്പോൾ സാഹിത്യകാരന്മാർക്ക്, ജനപ്രതിനിധികൾക്ക്, അതേപ്രകാരം മഹത്തുക്കളായ പണ്ഡിതർക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് കാതോർക്കുകയാണ്. SYS അതിൻ്റെ മഹത്തായ പ്ലാറ്റിനം ഇയറിൻ്റെ സമാപനം ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന അതിമഹത്തായ ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് തോഹ സക്കാഫി, NK സിറാജുദ്ദീൻ ഫൈസി, ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ ദേവർഷോല, NM സാദിഖ് സക്കാഫി, RP ഹുസൈൻ, ഉമ്മർ ഓങ്ങല്ലൂർ, CKM ഫാറൂഖ്, P മുഹമ്മദ് മൂസിൻ MLA, P മമ്മിക്കുട്ടി MLA, സ്വാമി തുളസിദാസ്, ഫാദർ CM സക്രിയ, KPS പയ്യനേടം, ജോസ് ബേബി, കളത്തിൽ അബ്ദുള്ള, C മുഹമ്മദ് ബഷീർ, സദക്കത്തുള്ള പടലത്ത്, KV അമീർ എന്നിവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിൽ അനുമോദനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ നേട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം സബ് ജില്ലാ കലോത്സവത്തില് MP തലത്തിലുള്ള 2ാം സ്ഥാനം കൈവരിക്കുകയും മറ്റേത് 65 പോയിന്റിൽ 63 പോയിന്റ് കിട്ടി 2 മാർക്കിന്റെ കുറവിലാണ്, 2 പോയിന്റ് മാർക്കിലാണ് നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിലും ഏറ്റവും വലിയൊരു വിജയമാണ്. ആദ്യമായി ഇവിടുത്തെ കുട്ടികളെയും പങ്കെടുത്ത കുട്ടികളെയും അവിടെ ഇങ്ങനെ പരിശീലിപ്പിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും മറ്റെല്ലാ കുട്ടികളെയും ഗ്രാമപഞ്ചായത്ത് അഭിനന്ദിക്കുകയും ആശംസ അറിയിക്കുകയാണ്. ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും മികച്ച വിജയം നേടിയ വിദ്യാലയത്തെയും വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. ഓട്ടൻതുള്ളൽ കലാകാരനും യുവപ്രതിഭാ പുരസ്കാര ജേതാവുമായ കലാമണ്ഡലം വിഷ്ണുവിനെ ചടങ്ങിൽ ആദരിച്ചു. വിഷ്ണുവും സംഘവും ഓട്ടൻതുള്ളൽ കലാവിരുന്നിലൂടെ കലാപ്രതിഭകൾക്ക് അനുമോദനം നൽകി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, മുൻ പ്രധാനാധ്യാപകൻ P അരവിന്ദാക്ഷൻ, PTA പ്രസിഡന്റ് M പ്രജേഷ്, മാനേജർ ഗോപകുമാർ കല്ലാട്ട്, പ്രധാനാധ്യാപിക P ബിജി, അധ്യാപകരായ K പ്രവിത, A രോഹിണി, സെബിൻ K ആൻഡ്രൂസ്, K സജിത, ലിസി ഡാനിയേൽ, MT രജനി, C രേഷ്മ, EU സുജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടൻ കോട്ടകാത്ത UDF, രാഹുൽ മാങ്കൂട്ടത്തിലിന് മിന്നും ജയം. ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷം മറികടന്നു. BJPക്ക് നഗരസഭയിൽ ഉൾപ്പെടെ വൻ തിരിച്ചടി. ഇടതു സ്ഥാനാർത്ഥി സരിനും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്ക ഗാന്ധി, രാഹുലിന്റെ പിൻഗാമിയായി വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വയനാട് നിന്നും ലോക്സഭയിലേക്ക്. ചുവപ്പണിഞ്ഞ് വീണ്ടും ചേലക്കര. UR പ്രദീപിന് 12,000-ൽ പരം വോട്ടുകളുടെ വിജയം. UDF ഒറ്റക്കെട്ടായി നേടിയ വിജയമാണ് പാലക്കാട്ടേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മതേതരത്തിന്റെ കൂടി വിജയമാണ് പാലക്കാട് ഉണ്ടായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വിജയത്തിൽ ജില്ലയിലാകെ UDFന്റെ ആഹ്ലാദ പ്രകടനം. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണം, വ്യാപാരികളെ വഴിയാധാരമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിൽ എതിർക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ. ആശങ്ക MLAയെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടിയാലോചനയില്ലാതെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ. കാറിൽ കടത്തിയ 24 ഗ്രാം മെത്താഫെറ്റമിനുമായി 2 പേർ ചെർപ്പളശ്ശേരിയിൽ പോലീസ് പിടിയും. കച്ചേരിക്കുന്ന് സ്വദേശി ആഷിഖ്, അക്ബർ സാദത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ കണ്ണികളെന്ന് പോലീസ്. 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതിക്ക് 43 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. 54-കാരനായ പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി മുനീറിനെയാണ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.